ഹായ് ഫ്രണ്ട്സ്, ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളുടെ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വേദന ഇന്ന് മാതാപിതാക്കന്മാർക്കുണ്ട്. മക്കളെക്കുറിച്ചും പേരക്കുട്ടികളെക്കുറിച്ചും ഈ വേദന ഉണ്ടാകാറുണ്ട്. ഒന്നാമതായി നാം ഓർക്കേണ്ടത്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദാനത്തെ നന്നായി പരിപാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവരുടെ പഠനത്തിൽ ആവശ്യമായ പിന്തുണ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മക്കൾ പഠിക്കാൻ മടി കാണിക്കുന്ന അവസരങ്ങളിൽ പഠിച്ചിട്ടും ഓർമ്മയിൽ നിൽക്കാൻ സാധിക്കാതെ വരുമ്പോൾ മാതാപിതാക്കളായ നമ്മൾ ഓർക്കേണ്ടത്, ഓരോ കുഞ്ഞുങ്ങളെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മുടെ മകളുടെ കാര്യത്തിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമായി ഒരു വഴി ദൈവം അവർക്കായി ഒരുക്കിയിട്ടുണ്ടാവാം. യാക്കോബ് 1:5 പറയുന്നു, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ അവൻ കർത്താവിനോട് ചോദിക്കട്ടെ. നന്നായി പ്രാർത്ഥിക്കുകയും പഠനത്തിൽ പിന്നോക്കമായി ഒട്ടേറെ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ലഭിച്ച ഒരു വിശുദ്ധനുണ്ട് നമുക്ക്, വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ. അദ്ദേഹം ഒരു സാധാരണ വൈദികനായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം, പ്രത്യേകിച്ച് പഠനവുമായി ബന്ധപ്പെട്ട്, നിരവധി വെല്ലുവിളികളും അസാധാരണ അനുഭവങ്ങളും നിറഞ്ഞതായിരുന്നു. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനെന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. 1603 ഇറ്റലിയിലെ കുപ്പർത്തീനോയിൽ അദ്ദേഹം ജനിച്ചു. ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു ജനനം. പിതാവ് കടം കയറി മരിച്ചതിനെ തുടർന്ന് അമ്മയ്ക്ക് ഒരു വീട് പോലും സ്വന്തമായി ഉണ്ടായിരുന്നില്ല. പഠനവുമായി ബന്ധപ്പെട്ട് ജോസഫ് ചെറുപ്പത്തിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. അദ്ദേഹത്തിന് പഠനവൈകല്യം ഉണ്ടായിരുന്നു. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു. പലപ്പോഴും കാര്യങ്ങൾ മറന്നു പോയിരുന്നു. ഓർമ്മക്കുറവ് അദ്ദേഹത്തെ ഏറെ അലട്ടി. തൻ്റെ പഠനവൈകല്യം കാരണം സ്കൂളിൽ മറ്റുള്ളവർ അദ്ദേഹത്തെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തിരുന്നു. പലപ്പോഴും അദ്ദേഹത്തെ ഒരു മണ്ടനായും കഴിവില്ലാത്തവനായും ചിത്രീകരിച്ചു. വായിക്കാൻ അദ്ദേഹത്തിന് തീരെ ബുദ്ധിമുട്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ പിന്നോട്ട് കൊണ്ടുപോയി. പഠിക്കാൻ കഴിവില്ലെങ്കിലും ജോസഫിന് ദൈവത്തോട് വലിയ ഭക്തിയായിരുന്നു. ഫ്രാൻസിസ്കൻ സഭയിൽ ചേരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ പഠനത്തിലെ കഴിവില്ലായ്മ മൂലം പല സന്യാസ സമൂഹങ്ങളും അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. ഒടുവിൽ ഫ്രാൻസിസ്കൻ സന്യാസ സഭയിലെ കുതിരകളെ പരിപാലിക്കാൻ അദ്ദേഹത്തിന് ചുമതലപ്പെടുത്തി. കപ്പൂച്ചിൻ സഭയിൽ ചേർന്നതിന് ശേഷവും ജോസഫിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ കാരണം ആശ്രമത്തിലെ ജോലികളിലും അദ്ദേഹത്തിന് പലപ്പോഴും തെറ്റുകൾ പറ്റിയിരുന്നു. പലപ്പോഴും ധ്യാനത്തിലായിരിക്കുമ്പോൾ അദ്ദേഹം അശ്രദ്ധനാവുകയും ജോലികൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് ആശ്രമത്തിലെ മറ്റ് സന്യാസികൾക്കിടയിൽ അദ്ദേഹത്തിന് നല്ല മതിപ്പുണ്ടാക്കിയില്ല. എങ്കിലും ജോസഫിന്റെ ആഴമായ ഭക്തിയും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ ഈ ഘട്ടത്തിലാണ് പ്രകടമായത്. പൗരോഹിത്യത്തിനായുള്ള പരീക്ഷകളിൽ ഒരു പ്രത്യേക ഭാഗം മാത്രം പഠിച്ച് അത്ഭുതകരമായി വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം തന്റെ 25-ാമത്തെ വയസ്സിൽ ഒരു ഫ്രാൻസിസ്കൻ വൈദികനായി അഭിഷിക്തനായി. പൗരോഹിത്യം സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ലെവിറ്റേഷൻ ആയിരുന്നു. പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഇരിക്കുമ്പോൾ അദ്ദേഹം പലപ്പോഴും നിലത്ത് നിന്ന് ഉയർന്നു പൊങ്ങുമായിരുന്നു. അതിനാൽ അദ്ദേഹത്തെ പറക്കുന്ന വിശുദ്ധൻ എന്ന പേരിൽ വിളിക്കാൻ തുടങ്ങി. ഫ്രാൻസിസ്കൻ സഭയിൽ പഠനത്തിൽ ബുദ്ധിമുട്ടുന്നവർക്കും പരീക്ഷകളിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അദ്ദേഹം ഒരു മധ്യസ്ഥനായി കണക്കാക്കപ്പെടുന്നു. അക്കാദമിക് കഴിവുകളേക്കാൾ ഉപരിയായി വിശ്വാസത്തിനും എളിമയ്ക്കും ദൈവം എത്രമാത്രം പ്രാധാന്യം നൽകുന്നതിന് ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. പഠനത്തിൽ പിന്നോട്ടു പോകുമ്പോൾ കുട്ടികൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ജോസഫിന് പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആഴമായ ഭക്തിയും അത്ഭുത പ്രവർത്തനങ്ങളും പിന്നീട് അദ്ദേഹത്തിന് അംഗീകാരം നേടിക്കൊടുത്തു. കുട്ടികളെ ക്ഷമയോടെ പഠനത്തിൽ സഹായിക്കുക, ചെറിയ തോതിലുള്ള പുരോഗതിയെ പോലും പ്രോത്സാഹിപ്പിക്കുക. ഒരു ദിവസം കൊണ്ട് എല്ലാം പഠിച്ചു തീർക്കാൻ സമ്മർദ്ദം ചെലുത്തരുത്. എല്ലാറ്റിലുമുപരി വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയോടുള്ള മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിനോടുള്ള പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയെ, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ദാതാവായ ദൈവത്തോട് എന്റെ കുഞ്ഞിന് വേണ്ടി കൃപയ്ക്കായി അങ്ങ് പ്രാർത്ഥിക്കണമേ. പഠിക്കുന്ന വിഷയങ്ങൾ എളുപ്പത്തിൽ ഗ്രഹിക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും പരീക്ഷകളിൽ ഭയമില്ലാതെ നേരിടാനും നല്ല രീതിയിൽ അവതരിപ്പിക്കാനും ശക്തി നൽകണമേ. പഠനത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവരുടെ മധ്യസ്ഥനായ അങ്ങ് എന്റെ കുഞ്ഞിന്റെ പരിശ്രമങ്ങൾക്ക് ദൈവിക സഹായം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് പഠന സമയത്തോ പരീക്ഷകൾക്ക് മുമ്പോ ചൊല്ലാവുന്നതാണ്. വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയുടെ മധ്യസ്ഥം വഴി ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ.